നാട് വിറപ്പിച്ചിരുന്ന രണ്ട് കള്ളന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മല കാണാൻ ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ്. അതായത് പാലക്കാട് തൃശ്ശൂർ അതിർത്തിയിലുള്ള ഒരു സ്ഥലത്തേക്ക്. കല്ലിങ്ങൽ പാടത്താണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്ക് പിന്നിൽ രസകരമായ ചില കഥകളുണ്ട്. ഈ മലയടിവാരത്തൊക്കെ കൂടി കടന്നു പോയിരുന്ന വ്യാപാരികളെയും പണക്കാരെയും ഒക്കെ കൊള്ളയടിച്ചിരുന്ന മോഷ്ടാക്കളുടെ കൊട്ടാരമാണ് പിന്നീട് ഈ കള്ളക്കുന്ന് എന്ന് പറയുന്ന ഈ മലയായി മാറിയത് എന്ന് പറയുന്നു. ഇന്നും കുട്ടികളെ പേടിപ്പിക്കാനായി ഈ കഥ ഒരു മുത്തശ്ശിക്കഥ എന്ന പോലെ പറയാറുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കഥ, എന്താണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നല്ലൊരു കഥാകാരനാണ് നിഖിൽ പ്രമേഷ്. കഥ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ കാണുന്നത് കള്ളക്കുന്ന് മല. ഈ മലയ്ക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം നാട്ടിലെ പ്രസിദ്ധരായിരുന്ന രണ്ട് കള്ളന്മാരാണ്. അവരുടെ ഒളിസങ്കേതമായിരുന്നു ഒരു കാലത്ത് ഈ നാടിൻ്റെ പേടി സ്വപ്നമായിരുന്ന കള്ളന്മാരുടെ പേരിൽ എങ്ങനെയാണ് ഈ മലയുണ്ടായതെന്ന് നമുക്ക് അവിടുത്തെ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേങ്കണ്ണനും പീരുവും രണ്ടുപേരും ഒളിച്ചു താമസിച്ചിരുന്ന ഇടം പിന്നീട് കള്ളക്കുന്ന് മല എന്ന് അറിയപ്പെട്ടു. ആ മലയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. സ്വകാര്യ ഭൂമിയും പിന്നീട് ഈ വനമേഖലയും ഒക്കെ കടന്നു വേണം ആ കുന്നിലേക്കെത്താൻ. അവിടെ ഒരു ഗുഹയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഒടുവിൽ പ്രയാസപ്പെട്ട് നമ്മൾ ഈ ഗുഹയ്ക്കകത്ത് എത്തിയിരിക്കുകയാണ്. നാട് വിറപ്പിച്ചിരുന്ന രണ്ട് കള്ളന്മാർ ഒരു കാലത്ത് അവരുടെ താവളമാക്കിയിരുന്ന ഗുഹ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ മോഷണ മുതലൊക്കെ ഒളിപ്പിച്ച് വെക്കാനൊക്കെ പറ്റുന്ന നല്ല സൗകര്യമുള്ള വിശാലമായിട്ടുള്ള ഗുഹയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ഗുഹ എന്നുള്ളതാണ് ചരിത്ര അന്വേഷകരൊക്കെ പറയുന്ന കാര്യം. കള്ളക്കുന്നെന്നാണ് ഈ കുന്നിൻ്റെ പേര്. അത് ഫോറസ്റ്റിൻ്റെ നമ്മുടെ മണിമല എസ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് കയറി നല്ലൊരു കയറ്റം കയറി വന്നു കഴിഞ്ഞാലാണ് ഈ ഗുഹയിലെത്തുക. ഇവിടെ സത്യത്തിൽ രണ്ട് കള്ളന്മാർ താമസിച്ച് എന്നാണ് എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. പീരു, ചേങ്ങണ്ണ എന്ന പേരുള്ള രണ്ട് കള്ളന്മാർ. അവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരെ അതുപോലെ തന്നെ കച്ചവടത്തിനായിട്ട് ആ സമീപ ജില്ലകളിൽ പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയും അവരുടെ മുതൽ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചു കുതിരാൻ. ആ ഉദ്യോഗസ്ഥൻ ലിഫ്റ്റ് കൊടുത്ത് കുതിരാൻ കയറ്റം കയറുമ്പോൾ ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാണ്ഡക്കെട്ട് വെച്ചു. അപ്പോൾ ഇയാൾ ഗ്ലാസ്സിൽ കൂടെ ഈ ഭാണ്ഡക്കെട്ടിൽ ഈ കൈയും ചെവിയെല്ലാം കണ്ടു. അപ്പോൾ അയാളത് തന്ത്രപരമായിട്ട് ഭാര്യനെ അറിയിച്ചില്ല. വളരെ വണ്ടി ഓഫ് ചെയ്തിട്ട് പറഞ്ഞു വണ്ടി നിന്ന് പോയി, വണ്ടി തള്ളണമെന്ന് പറഞ്ഞു. വണ്ടി തള്ളാൻ വേണ്ടി ഇവർ ഇറങ്ങിയപ്പോൾ ഇയാൾ വണ്ടി വിട്ട് നേരെ അന്ന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായി. ഈ കെട്ടുകൾ അവിടെ ഏൽപ്പിച്ചു. അന്ന് മുതൽ ഇങ്ങനെ അന്വേഷണം തുടങ്ങി. പിന്നെ ഇവരെ പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവർ ആയുധങ്ങൾ ഉണക്കാൻ വെച്ച സമയത്ത് ഇവർ വിട്ടുകൊടുത്ത്. അങ്ങനെ പോലീസ് പിടിക്കുകയായിരുന്നു. അപ്പോൾ കള്ളക്കുന്ന് മലയുടെ കഥകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇതിൽ സത്യവും മിഥ്യയും ഒക്കെ ഉണ്ട്. നാട്ടുകാരെന്തായാലും ഈ നാട് ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരു കഥയാണിത്. പുതിയ തലമുറയൊന്നും ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളില്ല. എന്തായാലും ഒരു കാലത്ത് ഈ നാടിനെ വിറപ്പിച്ചിരുന്ന രണ്ട് കള്ളന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഈ നാട്, ഈ മല ഇപ്പോൾ അറിയപ്പെടുന്നത് അവരുടെ പേരിലുമാണ്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഇതിൽ നിഖിൽ പ്രമേഷിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഷൈനി ചോദിക്കുന്നു, നിഖിൽ പ്രമേഷിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുമോ? തോമസ് കുട്ടി പറയുന്നു, പ്രജൻ നിഖിൽ ഒരു നല്ല സിംഗർ ആണ്. തീർച്ചയായിട്ടും ആണ്. എത്രയോ തവണ നമ്മുടെ ഫ്ലോറിൽ പാടിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റോറികളിൽ പാടിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി സംസ്ഥാന സമ്മേളനത്തിൽ പാടിയിട്ടുണ്ട്. നിഖിൽ ഒരു പ്ലേബാക്ക് സിംഗർ ആണെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അല്ലേ? നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത് പ്രേക്ഷകർക്ക് അറിയാം.